റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഒറിജിനൽ മയോണൈസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. കോഴിക്കോട് റെസ്റ്റോറൻറ്റ് നടത്തുന്ന എൻ്റെ ഒരു ഫ്രണ്ട് അവർ ഫോളോ ചെയ്യുന്ന റെസിപ്പിയാണിത്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. മിക്സിയിൽ വെറും 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഈസി റെസിപ്പിയാണ്. ഇതിലേക്ക് പ്രത്യേകിച്ചിട്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഇതിൽ പറയുന്ന 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കിട്ടുന്ന അതേ പെർഫെക്ഷനിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. മയോണൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ അരക്കുന്ന ജാറെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ആദ്യം തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട കൂടി വേണം. പക്ഷേ മുട്ട പൊട്ടിച്ച് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ മുട്ടയുടെ വെള്ള വേർതിരിച്ച് അത് മാത്രം ചേർക്കാം. 2 മുട്ടയുടെ വെള്ളയും 1 മുട്ടയുടെ മഞ്ഞയുമാണ് നമുക്ക് വേണ്ടത്. മഞ്ഞ ചേർക്കാതെയും മയോണൈസ് തയ്യാറാക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചേർക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അതുപോലെ തന്നെ നല്ലൊരു കളറും കിട്ടും. ഇതിലേക്കിനി 2 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ഇത് വലിയ അല്ലിയാണ്. തീരെ ചെറുതാണ് നിങ്ങളെടുക്കുന്നതെങ്കിൽ 3-4 ചേർക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും വെളുത്തുള്ളി ചേർത്താൽ, പക്ഷേ കൂടുതലാവരുത്. ഇനി ജാറടച്ച് 10-15 സെക്കൻഡ് സമയം മാത്രം ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഫസ്റ്റ് സ്പീഡിലിട്ട് അടിച്ചെടുക്കുക. വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് അരഞ്ഞു കിട്ടിയാൽ മതി. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി നാരങ്ങനീര് ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നാരങ്ങനീര് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുപോലെ തന്നെ മയോണൈസ് പെട്ടെന്ന് കേടാവില്ല. ഇതിന് പകരം വിനാഗിരിയും ചേർക്കാവുന്നതാണ്. ഇതിലേക്കിനി 1/4 ടീസ്പൂൺ മാത്രം ഉപ്പും 1/4 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടുതൽ ചേർക്കരുത്. അതുപോലെ തന്നെ പഞ്ചസാര സ്കിപ്പ് ചെയ്യരുത്. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇനി മയോണൈസിലേക്ക് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം. സൺഫ്ലവർ ഓയിലാണ്. ഞാൻ 1 കപ്പ് അഥവാ 250 ml ഓയിൽ എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഓയിലിൻ്റെ 4/1 അഥവാ 1/4 കപ്പ് ഓയിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. എല്ലാം ഒന്നിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മയോണൈസ് ശരിയായി കിട്ടില്ല. ഇനി ഇതുപോലെ മിക്സിയുടെ പൾസ് മോഡ് അഥവാ ബാക്ക് സ്പീഡ് യൂസ് ചെയ്തിട്ട് ഏകദേശം ഒരു 15 സെക്കൻഡ് സമയം മാത്രം അടിച്ചെടുക്കുക. 1-ലും 2-ലും ഒന്നിട്ട് അടിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ ഇത് കൂടുതൽ സമയം അടിച്ചെടുക്കരുത്, ലൂസായി പോവും. വെളിച്ചെണ്ണ പോലുള്ള ഫ്ലേവറുള്ള ഓയിലൊന്നും ഇതിനായിട്ട് എടുക്കരുത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുത്താലും മതി. പക്ഷേ സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിപ്പം ഏകദേശം ഒരു 15 സെക്കൻഡ് സമയം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി തുറന്ന് 1/4 കപ്പ് കൂടി ചേർത്ത് ഒരു 15 സെക്കൻഡ് സമയം കൂടി ബാക്ക് സ്പീഡ് യൂസ് ചെയ്തിട്ട് അടിച്ചെടുക്കുക. നിങ്ങളുടെ മിക്സിയിൽ ബാക്ക് സ്പീഡ് ബട്ടൺ ഇല്ലെങ്കിൽ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് നിർത്തി അടിച്ചെടുത്താൽ മതി. ഇതിപ്പം 4 പ്രാവശ്യമായിട്ട് 1 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും 15 സെക്കൻഡ് സമയം മുമ്പത്തെ പോലെ തന്നെ അടിച്ചെടുക്കുക. ഈ സമയത്ത് മയോണൈസ് ഇതുപോലെ നന്നായിട്ട് തിക്കായിട്ട് വരും. മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കേടുകൂടാതെ നിൽക്കും. മുട്ടൊക്കെ ചേർക്കുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലുള്ള ടേസ്റ്റ് റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് രുചി ലാബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മൾ മുമ്പ് ചെയ്ത നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള 1-2 റെസിപ്പികളാണിത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.